പതിവ് പോലെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ചന്ദ്രനും ഉദിച്ച് വരുന്നുണ്ട്. ആ തെങ്ങിലിരിക്കുന്ന മരംകൊത്തികളെ കണ്ടോ? സാധാരണ ഒന്നോ രണ്ടോ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ 4 ഇരിപ്പുണ്ട്. തലയിലൊരു ചുവന്ന പൂവുള്ളതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ പണ്ട് തൊപ്പിക്കിളി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് തൊടിയിലെ ഈ ഒരു പൂവ് കണ്ടത്. എന്താണെന്നറിയാൻ വേണ്ടി അപ്പോൾ തന്നെ കുട്ടികളെ കൊണ്ട് പറിച്ചു കൊണ്ടുവരിപ്പിച്ച്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ കൂവയുടെ പൂവാണ് കേട്ടോ. കൂവ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂവക്കിഴങ്ങിന്ന് പൊടി ഉണ്ടാക്കി വെക്കൂലേ, നല്ല ഔഷധ ഗുണമുള്ളതാണല്ലോ കൂവപ്പൊടി. അപ്പോൾ അതിൻ്റെ ഒരു പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മൾബറി ചെടിയിൽ കായൊക്കെ ഉണ്ടാവുന്നുണ്ട്, പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. സാധാരണ ഞാൻ നന്നായിട്ട് പഴുത്ത ബ്ലാക്ക് കളറിലുള്ള മൾബറിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അനിയത്തെയൊക്കെ പറഞ്ഞു ഇതുപോലെ ചെറിയ രീതിയിൽ പഴുത്ത ഒരു ഇളം ചുവപ്പ് കളറിലുള്ളതാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇതാവുമ്പോൾ ചെറിയൊരു പുളിയും മധുരവും കലർന്ന ടേസ്റ്റ് ഉണ്ടാവും. ഒരു ചെമ്പരത്തിപ്പൂ വിരിയാനായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ ചെമ്പരത്തി കാണുന്നത്. ഇത് വിരിയാനുള്ള കാത്തിരിപ്പിലാണ്. ഇതിൻ്റെ പൂവ് എങ്ങനെയാണെന്ന് കാണണം. നിത്യ കല്യാണിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നാട് മാറുന്തോറും പല ചെടികളുടെയും പേരും മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കണ്ടതൊന്നും എൻ്റെ വീട്ടിലുള്ളതല്ല കേട്ടോ. അപ്പുറത്ത് തന്നെയുള്ള എളാപ്പാര വീട്ടിലെ ചെടികളൊക്കെയാണ്.